ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലർക്കും പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോസിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് കോഴ്സുകളെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോഴ്സുകൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, അതുപോലെ ആ കോഴ്സ് ചെയ്താൽ എന്താണ് ഗുണം, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണോ അതോ ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നതാണോ നല്ലത്, അത് പഠിക്കുമ്പോൾ നമുക്ക് എത്ര എക്സ്പെൻസ് വരും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കോൾസും വരാറുണ്ട്. അതുപോലെ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രീ റെക്കോർഡഡ് കോഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ എന്താണ് ഓൺലൈൻ കോഴ്സ് എന്ന് പറയാം. ഓൺലൈൻ കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്ന കോഴ്സുകളാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രീ റെക്കോർഡഡും അതുപോലെ ലൈവും. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ലൈവായിട്ട് കാണുന്ന രീതിയാണ്. അതൊരു ഇൻട്രാക്റ്റീവ് മെത്തേഡിലുള്ള ഓൺലൈൻ കോഴ്സാണ്. പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കി വെച്ച കോഴ്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കണ്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ സ്പീഡിനനുസരിച്ച്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് കാണാനുള്ള ഒരു സൗകര്യമുള്ള ഒരു കോഴ്സാണ് പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത ഒരു കോഴ്സ് രണ്ട് രീതിയിൽ നമുക്ക് ആക്സസബിൾ ആവും. ചിലർ അത് മെമ്പർഷിപ്പ് വൈസ് നമ്മൾ കൊടുക്കാറുണ്ട്, മറ്റു ചിലർ ലൈഫ് ടൈം ആക്സസ് കൊടുക്കാറുണ്ട്. നമ്മൾ എല്ലാ കോഴ്സുകളും ലൈഫ് ടൈം ആക്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ആക്സസബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്തു, അത് നമ്മൾ മെമ്പർഷിപ്പ് കോഴ്സാണ് മേടിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ മേടിച്ചാലുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു മാസത്തെ മെമ്പർഷിപ്പിലാണ്. അപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യം വരും. ആ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ലാപ്സായി പോകും, നിങ്ങൾക്ക് പിന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ലൈഫ് ടൈം ആക്സസ് ആണെങ്കിൽ ഒരു തവണ നിങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഫ്രീ രജിസ്ട്രേഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കോഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിനകത്ത് ഫ്രീ കോഴ്സസ് ഉണ്ടാവും, പെയ്ഡ് കോഴ്സസ് ഉണ്ടാവും. ഫ്രീ കോഴ്സസ് എപ്പോഴും ഫ്രീ ആയിരിക്കും. പെയ്ഡ് കോഴ്സസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്ത കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് വന്നു, ആ കോഴ്സ് വീണ്ടും ആക്സസ് ചെയ്യണമെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് അപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കോഴ്സും എടുത്ത് നമുക്ക് അത് നമ്മളുടെ സൗകര്യാർത്ഥം കാണാനായിട്ട് സാധിക്കും. ഓരോ ചാപ്റ്റർ വൈസ് സീക്വൻസിൽ നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും എപ്പോഴും പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലൈവ് ക്ലാസ്സസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈവ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ അത് ഒരു പക്ഷേ അതിനകത്തുള്ള ബാച്ചിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്നുമല്ലേ ചിലപ്പോൾ നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാളും ഒരു എക്സ്പീരിയൻസിലുള്ള ഒരാളും ഒരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ പെട്ടെന്ന് പഠിക്കും. കാരണം മറ്റ് സോഫ്റ്റ്വെയർസ് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും, അവർ പെട്ടെന്ന് പഠിച്ചു പോകും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുന്ന കാണുമ്പോൾ ലൈവ് ക്ലാസ് എടുക്കുന്ന ആൾ അതിനനുസരിച്ചുള്ള സ്പീഡിൽ ക്ലാസ് എടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ പല കാര്യങ്ങളും മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവർ അതിനകത്ത് കാര്യങ്ങൾ എല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ മറ്റൊരു പ്രശ്നമുള്ളത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും ബിഗിനർ ആയിട്ടുള്ള ഒരാളും ഒരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഒരു ഡൗട്ട് ചോദിക്കുന്നു, ആ ഡൗട്ട് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയുന്നുള്ള ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ബാച്ചിലുള്ള മറ്റാൾക്കാർ ബോറടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ലൈവ് ക്ലാസ്സുകളുടെ ഒരു ഡ്രോബാക്ക് ആണത്. പക്ഷേ പ്രീ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്ത കോഴ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് പോസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അത് ചെയ്ത് നോക്കുക, അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 24 മണിക്കൂറുള്ള ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 2 മണിക്കൂർ, 6 മണിക്കൂർ, ഈവൺ 24 മണിക്കൂറിൻ്റെ കോഴ്സുകൾ പോലും ഉണ്ട്. അപ്പോൾ 24 മണിക്കൂർ കോഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ കാണുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മളെടുത്ത് നമ്മളത് പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം നമ്മളത് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് കണ്ട ഒരു ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുക്കാം. അപ്പോൾ ഈ 24 മണിക്കൂർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ 2 മാസത്തെയോ കോഴ്സാണ് നമ്മൾ മേടിക്കുന്നത്. കാരണം അതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗം കൂടെ നമ്മൾ നോക്കണം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം ഒരു കുറച്ച് ഭാഗം പറഞ്ഞുതരും.
അത് നമ്മൾ ഒരു 2-3 ക്ലാസ്സുകൾ നമ്മളത് ഇന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ അടുത്ത ക്ലാസ് പറഞ്ഞുതരും. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ പറഞ്ഞു തരുന്നത്. നേരെ മറിച്ച് പ്രീ റെക്കോർഡഡ് കോഴ്സ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുക, അതൊന്ന് ചെയ്ത് നോക്കുക, രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുക, വീണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്പീഡിനനുസരിച്ച് ഇപ്പോൾ നമ്മളത് പഠിച്ച സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക, ചെയ്ത് നോക്കുക, ഡൗട്ടുള്ളത് വീണ്ടും ഒന്നുകൂടെ കേട്ട് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പ്രീ റെക്കോർഡഡ് കോഴ്സ് കൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീ റെക്കോർഡഡ് കോഴ്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു തവണയെങ്കിലും അത് കേട്ടിരിക്കണം. കാരണം അതിനകത്ത് ആവശ്യമുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ വരുമ്പോഴായിരിക്കും നമ്മൾ ആ കാര്യം വിട്ടുപോയത് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും തിരഞ്ഞു പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീക്വൻസിൽ നല്ല രീതിയിൽ എപ്പോഴും പ്രീ റെക്കോർഡഡ് കോഴ്സസ് ചെയ്യാം. പ്രീ റെക്കോർഡഡ് കോഴ്സ് എപ്പോഴും വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സായിരിക്കും. അതിനകത്ത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ സാധാരണ ലൈവ് കോഴ്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് വെറുതെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലവണ്ണം എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോഴ്സുകളായിരിക്കും എപ്പോഴും ഈ ഓൺലൈൻ പ്രീ റെക്കോർഡഡ് കോഴ്സസ്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയാണ്. പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സസ് എപ്പോഴും അത്യാവശ്യം വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓഫർ റേറ്റിലൊക്കെ കിട്ടാറുണ്ട്. ഈവൺ അതിൻ്റെ MRP ചിലപ്പോൾ 20,000 25,000 ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഓഫർ റേറ്റിൽ നമുക്കത് കിട്ടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത്? അതുപോലെ ഓഫർ റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ലാഭം? ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമ്മൾ ഒരു കോഴ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ചിലവുകളുണ്ട്. കാരണം അതിൻ്റെ ഫാക്കൽറ്റിക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം. അതുപോലെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യാനായിട്ട് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കൂടി വരുമ്പോഴാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് 1 ലക്ഷം അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ വരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഓൺലൈൻ പ്രീ റെക്കോർഡഡ് കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തവണ റെക്കോർഡ് ചെയ്ത കോഴ്സാണ് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോഴ്സ് ഉണ്ടാക്കാനായിട്ട് വരുന്ന ആ സമയം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഒറ്റ തവണ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് ഉണ്ടാക്കാനുള്ള സമയം അവിടെ തീർന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അതിൻ്റെ കോഴ്സിൻ്റെ ക്വാളിറ്റി കുറവല്ല വരുന്നത്, നേരെ മറിച്ച് ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുക. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫോക്കസ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് കോഴ്സായിരിക്കും എപ്പോഴും തരുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ നിങ്ങൾ ഈ ഓൺലൈൻ കോഴ്സും തമ്മിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്. പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സസ് എപ്പോഴും ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള കോഴ്സുകളായിരിക്കും. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽഡ് കണ്ടന്റ് ആയിരിക്കും. അതുപോലെ അതിനകത്ത് വരുന്ന ഡൗട്ട്സ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് തരാനും ആ ഒരു ട്രെയിനറിന് സാധിക്കും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൽ ആ ആളുടെ എക്സ്പീരിയൻസും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആർക്കിടെക്ചറൽ കോഴ്സാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആർക്കിടെക്ചറൽ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അതെല്ലാം പറഞ്ഞു തരും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾ തന്നെ ജോലി കിട്ടി അവിടെ പഠിപ്പിക്കാൻ കയറിയ ഒരു ഫ്രഷർ ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആൾക്ക് അറിയുന്ന അറിവ് എന്ന് പറയുന്നത് പരിമിതമായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യം അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വലിയ കോഴ്സുകൾ, ഒരുപാട് നീണ്ടു പോകുന്ന കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സ്കില്ല്, ഒരു അഡീഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആർക്കിടെക്ചറൽ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സോ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സും കൂടെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോളിഡേ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിലോ ഒക്കെ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ പ്രീ റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സസുകൾ നോക്കി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് കോഴ്സ് ചെറിയ ഒരു കാശ് ചിലവാക്കി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആർക്കിടെക്ചറൽ ഫീൽഡോ ഇൻറ്റീരിയർ ഡിസൈനിങ് ഫീൽഡോ ഒക്കെ ആണെങ്കിൽ ജോലി കിട്ടാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മളുടെ സ്കില്ല് തന്നെയാണ്.
അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു പരിമിതമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഓൺലൈൻ കോഴ്സസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു ജോലി കിട്ടാം, അതുപോലെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഈ കോഴ്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.